വില്യാപ്പള്ളി ചേലക്കാട് റോഡ് ആധുനിക രീതിയിൽ വികസിപ്പിക്കുന്നതിന് ഉടമകളുടെ സമ്മതപത്രത്തിനായി 8-ന് ബഹുജനയാത്ര സംഘടിപ്പിക്കുമെന്ന് കെ.പി. കുഞ്ഞമ്മദ്കുട്ടി എം.എൽ.എ. വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. വില്യാപ്പള്ളി ചേലക്കാട് റോഡ് ആധുനിക രീതിയിൽ വികസിപ്പിക്കുന്നതിന് ഉടമകളുടെ സമ്മതപത്രത്തിനായി 8-ന് ബഹുജനയാത്ര സംഘടിപ്പിക്കുമെന്ന് കെ.പി. കുഞ്ഞമ്മദ്കുട്ടി എം.എൽ.എ. വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വീതി 12 മീറ്ററാക്കിയാണ് റോഡ് വികസനം. വടകര നഗരത്തിൽ നിന്ന് ചേലക്കാട് വരെ 15.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിൽ 12.8 കിലോമീറ്ററിൽ ആദ്യഘട്ട വികസനം നടത്താനാണ് നിശ്ചയിച്ചതെങ്കിലും ഇനിയും സ്ഥലമുടമകളുടെ സമ്മതപത്രം കിട്ടാനുണ്ടെന്നും ഇത് നേടിയെടുക്കുന്നതിനു വേണ്ടിയാണ് ബഹുജനയാത്ര സംഘടിപ്പിക്കുന്നതെന്നും എം.എൽ.എ. കൂട്ടിച്ചേർത്തു. തണ്ണീർപന്തലിൽ നിന്ന് വില്യാപ്പള്ളിയിലേക്കു നടത്തുന്ന യാത്ര ഇ.കെ. വിജയൻ എം.എൽ.എ. ഫ്ളാഗ് ഓഫ് ചെയ്യും. 80% പേരും സ്ഥലം വിട്ടു നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ടെൻഡർ നടപടികളിലേക്ക് കടക്കുകയാണ്. 77.21 കോടി രൂപ ചിലവിലാണ് നിർമ്മാണം. സാങ്കേതികാനുമതി ലഭ്യമാക്കി ടെൻഡർ ചെയ്യുകയും പ്രവൃത്തിയുടെ കരാർ ഉടൻ നടപ്പിലാക്കുകയും ചെയ്യുമെന്ന് എം.എൽ.എ. പറഞ്ഞു. സർക്കാരിൽ നിന്നും ടെൻഡർ അംഗീകാരം കിട്ടിയാൽ ഉടനെ പ്രവൃത്തി ആരംഭിക്കും. കുറ്റ്യാടി നാദാപുരം നിയോജക മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം ഭൂവുടമകൾ പദ്ധതിക്കായി സമ്മതപത്രം നൽകി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഭൂവുടമകളും സഹകരിക്കണമെന്നും എം.എൽ.എ. കൂട്ടിച്ചേർത്തു. ഞാൻ എം.എൽ.എ. ആയി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ വില്യാപ്പള്ളി, ആയഞ്ചേരി, പൊറമേരി, നാദാപുരം മണ്ഡലത്തിൽ ഒരു പഞ്ചായത്ത് മാത്രമേ ഉള്ളൂ. വിളിച്ചു ചേർക്കുകയും ഇക്കാര്യം ചർച്ച നടത്തുകയും ജനങ്ങളെ സമീപിച്ച് ഫ്രീ സറണ്ടർ വാങ്ങുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. നിരന്തരമായി ആ പ്രവർത്തനം ഇപ്പോഴും നടന്നു വരികയാണ്. ഇപ്പോൾ കുറ്റ്യാടി നാദാപുരം മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ 80%-ലധികം ലഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റോഡ് നിർമ്മാണ ഏജൻസിയായ KRFE ഇപ്പം ടെൻഡർ ചെയ്തിരിക്കുകയാണ്. ടെൻഡർ ഫൈനലൈസ് ചെയ്യുന്ന പ്രവർത്തനത്തിലാണ് ഇപ്പം ഉള്ളത്. ഇതിനിടയിൽ ഈ റോഡ് പ്രവർത്തനമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഒരു ആക്ഷൻ കമ്മിറ്റി നിലവിൽ വന്നു. കച്ചവടക്കാർ, പ്രത്യേകിച്ചും വില്യാപ്പള്ളി ടൗണിലെ കച്ചവടക്കാർ, അവരുടെ പ്രയാസങ്ങളൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരികയുണ്ടായി. പഴയ കെട്ടിടമാണ്, പൊളിച്ചു കഴിഞ്ഞാൽ ഉടമകൾക്ക് താല്പര്യമുണ്ടാവില്ല സംരക്ഷിക്കാൻ. കാരണം വളരെ ചെറിയ വാടകയാണ്, വളരെ പഴയ കെട്ടിടങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് അവർക്ക് സംരക്ഷണം വേണം എന്ന ആവശ്യം അവർ വന്നു. ആക്ഷൻ കമ്മിറ്റിയും പറഞ്ഞു മതിലുകളൊക്കെ പൊളിച്ചു നീക്കുമ്പോൾ വലിയ സാമ്പത്തിക നഷ്ടമാണ്, അതിന് പരിഹാരം വേണമെന്ന്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നേരിട്ട് അപേക്ഷ സമർപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊളിച്ചു മാറ്റുന്ന മതിലുകൾ സർക്കാർ മാനദണ്ഡമനുസരിച്ച് പുനർനിർമ്മിക്കാമെന്നും പീടിക മുറികൾ മുറിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് നിലനിർത്താൻ ആവശ്യമായ സംവിധാനങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുത്താമെന്നും പറയുകയും അതിനനുയോജ്യമായിട്ടാണ് DPR തയ്യാറാക്കിയത്. ഇനിയും കുറേ പേർ അനുമതി പത്രം തരേണ്ടതുണ്ട്. അങ്ങനെ അനുമതി പത്രം തരണമെന്ന് ഈ കാര്യത്തെ സംബന്ധിച്ച് ആലോചിക്കുന്നതിന് വേണ്ടി സർവകക്ഷികളുടെ യോഗം വില്യാപ്പള്ളിയിൽ ചേരുകയുണ്ടായി. ആ യോഗത്തിൽ വെച്ച് ആയഞ്ചേരി പ്രസിഡന്റ് ചെയർമാനും വില്യാപ്പള്ളി പ്രസിഡന്റ് കൺവീനറുമായി പൊറമേരി പ്രസിഡന്റ് ഖജാൻജിയുമായി ഒരു സർവകക്ഷി കമ്മിറ്റി പൊതുവായി രൂപീകരിച്ചു. ആ കമ്മിറ്റി തീരുമാനമനുസരിച്ച് 8-ാം തീയതി 3 മണിക്ക് ഈ തണ്ണീർപന്തൽ മുതൽ പൊറമേരി വരെ വില്യാപ്പള്ളി വരെ ഒരു പ്രചരണ പരിപാടി സംഘടിപ്പിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. കാൽനട പ്രചരണ പരിപാടികളും ഒരു അഭ്യർത്ഥന മാർച്ചാണ്. ഇതിൽ അനുമതി പത്രം തരാത്തവർ കൂടി തന്നുകൊണ്ട് സഹകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് 8-ാം തീയതി മാർച്ച് സംഘടിപ്പിക്കുന്നത്. താലൂക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നായ ചേലക്കാട് റോഡ് വികസനത്തിലെ അനിശ്ചിതത്വം ഉടൻ നീക്കേണ്ടതുണ്ടെന്നും നാഷണൽ ഹൈവേയെയും സംസ്ഥാന പാതയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതും വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വടകരയിൽ നിന്നും എത്തിച്ചേരുന്നതിന് ഏറ്റവും എളുപ്പത്തിലുള്ളതുമായ പ്രധാനപ്പെട്ട റോഡ് വർഷങ്ങളായി കുണ്ടും കുഴിയും അടച്ചാണ് ഗതാഗത യോഗ്യമാക്കി വരുന്നത്. ഈ റോഡിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്കുള്ള അനുബന്ധ റോഡുകൾ ആധുനിക രീതിയിൽ നവീകരിച്ചു കഴിഞ്ഞതായും എം.എൽ.എ. ചൂണ്ടിക്കാട്ടി. വാർത്താസമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ.കെ. ബിജുള,
എൻ അബ്ദുൾ ഹമീദ്, ജില്ലാ പഞ്ചായത്ത് അംഗം NM വിമല, കെ നവാസ്, CH ഇബ്രാഹിം, മുണ്ടോളി രവി, അരീക്കൽ രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. എപ്പോ നോക്കിയാലും പിള്ളേർക്ക് ഒരു കളിയേ ഇല്ലു. നിനക്കെന്നാ വേണ്ടേ? പിള്ളേർ കളിച്ചോട്ടല്ലോ മോരാ. ആരത്? അതാ മോർണിംഗ് സ്റ്റാറിലെ സുരേഷിന്റെ ചെക്കന്ന്. ഗൾഫിൽ പോകുന്നത് ജോലി കിട്ടിയിട്ട്. ഏത് നമ്മളെ ആ കുന്നുമല സുരേഷിന്റെ ചെക്കനാ? അതേന്ന്. കഴിഞ്ഞ ആഴ്ച കൂടെ കളിക്കാൻ പറ്റിണ്ടായിരുന്ന ചെക്കൻ. ഓന് ജോലി കിട്ടിയ? ഓന് മാത്രമല്ല, ഈ നാട്ടിലെ എല്ലാ പിള്ളേർക്കും ജോലി കിട്ടും. അതിനല്ല അവരീടെ ഇല്ലത്. ഏതിരോ നീ ഏതിന്റെ കാര്യമായി പറയുന്നത്? നമ്മുടെ ശ്രീശങ്കരാചാര്യാന്ന്. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ